ഹായ് ഗൈസ്, ബേസിൽ ജോസഫിന്റെ ഒരു പടം തിയേറ്ററിൽ വരുമ്പോൾ അതിന് പ്രതീക്ഷകൾ ഒരുപാട്. അത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ത്രില്ലർ ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, അവർക്ക് അതെല്ലാം ബേസിലെല്ലാം ഹിറ്റാണ്. അപ്പൊ പിന്നെ ബേസിലും സൗബിൻ ഷാഹിറും ചെമ്മൻ വിനോദെല്ലാം കൂടി ഒരു ടീമായിട്ടുള്ള ഒരു സിനിമയിൽ വരുവാണെങ്കിൽ അതും അൻവർ റഷീദ് പ്രൊഡക്ഷൻസിൽ ഇറങ്ങുന്നു. ഇന്ന് ഇറങ്ങിയിട്ടുള്ള പ്രാവിൻകൂട് ഷാബിനെ കുറിച്ച് അഭിപ്രായം പറയണത് എന്തേ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കോമഡി ഒക്കെ ഉള്ള ഒരു ത്രില്ലർ പടം. അങ്ങനെയാണ് ഈ പടം ഉള്ളത്. ഒരു ഭയങ്കര സീരിയസ് ആയ ഒരു പടമല്ല. ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം ബേസിലെ കോമഡി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് സിനിമയിലുണ്ട്. ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ സംവിധാനം ചെയ്ത ഫസ്റ്റ് പടമാണ്. ഇതിന് മുന്നേ ഷോർട്ട് ഫിലിം കുറെ ചെയ്തിട്ടുണ്ട്. കോഫി ടോയ് എന്നെല്ലാം പറഞ്ഞ കുറെ ഷോർട്ട് ഫിലിം കാണുന്നുണ്ട്. ഫസ്റ്റ് ചെയ്ത പടാണെങ്കിലും യാതൊരു ഫീലിംഗും ഉണ്ടായിട്ടില്ല. വളരെ ബ്രിസ്ക് ആയിരുന്നു, ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു പടം. എവിടെയും ലാഗില്ല, എവിടെയും നമ്മൾ എഴഞ്ഞു നീങ്ങുന്ന ഫീലോ അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിൽ ഈ സിനിമയിൽ ബാബു എന്നുള്ള ക്യാരക്ടർ ചെയ്ത ശിവജിത്ത് ഒരു ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കള്ളുഷാപ്പിനുള്ളിൽ. ഒരു പേസിൽ ഇങ്ങനെ പോയിക്കൊണ്ട് പോകാൻ ഇതങ്ങ് വന്ന് ഹിറ്റ് ചെയ്തു, കിടുവാക്കിയിട്ടുണ്ട് ആ സംഭവം. ആ വന്നതും ഇതാക്കി ഫീലും അടിപൊളിയായിട്ടുണ്ട്. സാധാരണ നാടിന്റെ അടിയല്ല, കുറച്ച് വയലന്റായ അടി തന്നെയാണ് അത്, പക്ഷെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു അടിയായിട്ടുണ്ട്, ഫൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബേസിലിന്, സൗബിന്, ചാന്ദിനി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും റിമാർക്കബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് ഓരോ ക്യാരക്ടറിനും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. ബേസിൽ ആക്ടിങ് പറയാനില്ല, എല്ലാ സിനിമയിലുള്ള പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ ഒരു മീറ്ററിലാണ് പിടിച്ചത്. ഭയങ്കര സീരിയസും അല്ല, കോമഡിയും അല്ല, എല്ലാവരും മിഡിലിൽ പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് ഇന്റർവെല്ലിൽ എടുത്ത ഒരു സീനൊക്കെ ഉണ്ട്. ബേസില് ചാന്ദിനി കോൺവെർസേഷനിൽ വരുന്ന സീനൊക്കെ ഉണ്ട്. കോമഡി ബേസിൽ പ്രസന്റ് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ്ങും ആയിരുന്നു. ആരാണ് കൊലയാളി എന്നുള്ള ഒരു സംഭവമൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ഒന്നല്ല, പക്ഷെ എങ്കിലും ആ സിനിമ അതുവരെ കൊണ്ടുപോയതൊക്കെ അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും അടിപൊളി അല്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റും. സെക്കൻഡ് ഹാഫില് ബേസിലും ചാന്ദിനി ആയിട്ടുള്ള ബൈക്കിൽ ഒരു കൺവെർസേഷൻ വരുന്നുണ്ട്. ആ സീനുകളൊക്കെ അടിപൊളിയായിരുന്നു. വളരെ സീരിയസ് ആയ സമയത്ത് കോമഡി ഒക്കെ മിക്സ് ചെയ്ത് ആ കൺവെർസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു സ്കൂൾ ബസ്സും ബൈക്കും ആയിട്ടുള്ള ചേസ് സീനൊക്കെ വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. അതും അടിപൊളിയായിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ കാണിച്ചത് അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ സീരിയസ്നെസ് ഒക്കെ കാണിച്ചതും ആ ഷോട്ട് എടുത്തതും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട സംഭവം നിന്റെ ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രാഫി. ആ കള്ള് ഷാപ്പിലെ സീനും ആ കാടിന്റെ നടുവിലുള്ള സീനും ആ ചേസും ഫൈറ്റ് ഷോട്ട് സംഭവങ്ങളും ലൈറ്റിങ്ങും എല്ലാം കിടുവാക്കിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു അഭിനയം സൗബിൻ ഷാഹിറിന്റെ. അത്രയും അഭിനയിക്കാനുള്ള സംഭവങ്ങളുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു വികലാംഗനായിട്ടാണ്. ബോഡി മാനറിസം, ആക്ടിങ് എല്ലാത്തിലും ഒരുപാട് വേരിയേഷൻസ്, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദേഷ്യം വന്നിട്ട് ആ ഒരു കാല് വെച്ചിട്ട് ഓടുന്നതും ഓരോ ഇമോഷൻ കാണിക്കുന്നതും ദേഷ്യം, വിഷമം എല്ലാം കാണിക്കുന്നതും എല്ലാം നന്നായിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട് സൗബിൻ ഷാഹിർ. കുറെ നാളിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ സൗബിന്റെ അടുത്ത് കിട്ടുന്നത് കിട്ടും. പിന്നെ ചെമ്മൻ വിനോദിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് ഇനീഷ്യലി തോന്നിയ ഒരു ക്യാരക്ടറാണ്. ഉള്ള പോർഷൻ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ ചാന്ദിനിയിൽ അഭിനയിക്കുന്നുണ്ട്, ഫീമെയിൽ ലീഡ്. പുള്ളിക്കാരുടെ റോള് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഒരു ക്യാരക്ടറിന് അടിപൊളിയായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെയാണ് ഇതിന് പ്രധാനികൾ. പിന്നെ ഇവരെ കൂടാതെ ശബരീഷ് വർമ്മയുണ്ട് കുറച്ച് പോർഷനിൽ. പിന്നെ അതുപോലെ നിയാസ് ബക്കർ ഉണ്ട്, കുറച്ചധികം ഉണ്ട്, നന്നായിട്ടുണ്ട്. മറിമായത്തിലൊക്കെ ഉള്ള നടനാണ്, അടിപൊളിയായിട്ടുണ്ട്. അല്ലാതെ കുറച്ച് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. പഴയ പാസ്റ്റ് ആലോചിക്കുന്ന സീനുകള്, അതുപോലെ തന്നെ ഒരാളെ പേഴ്സ്പെക്റ്റീവിൽ ആ സീൻ റീക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ പരിപാടികൾ ഇന്നലെ വന്നിട്ടുണ്ട്. ആ സമയത്തുള്ള എഡിറ്റിംഗ് കാര്യങ്ങള് അത് ബ്ലെൻഡ് ആയതും എല്ലാം. ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിംഗ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ മ്യൂസിക്കും അടിപൊളിയാണ്. കാരണം ഈ പാസ്റ്റ് കാണിക്കുന്ന സീനുകളിൽ ഡ്രമാറ്റിക് ആയ കുറെ സീനുകൾ വരുന്നുണ്ട്, ത്രില്ലിംഗ് ആയ സീനുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു മിക്സ് ഒക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ആ സിനിമയെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വിഷ്ണു വിജയന്റെ മ്യൂസിക്. സിനിമ റീക്രിയേഷൻ സംഭവം ഒരാളുടെ പേഴ്സ്പെക്റ്റീവിൽ അങ്ങനെ പോലീസിന്റെ പേഴ്സ്പെക്റ്റീവ്, ഒരുപാട് ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് വരുന്നുണ്ട്. അല്ല ദൃശ്യമാണ് സിനിമ. നമ്മൾ എങ്ങനെ ഒരു ഇമാജിനേഷൻ വഴി ഇത് റീക്രിയേറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ആ സിനിമ കാണിക്കുന്നുണ്ട്. സംവിധായകന്റെ ഒരു സിഗ്നേച്ചർ സംഭവമാണ്. അത് രസമുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് ത്രില്ലർ സ്റ്റോറീസ് നമ്മൾ മുമ്പേ ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒരുപാട് ത്രില്ലിംഗ് സംഭവങ്ങളൊന്നും ഇല്ലുണ്ട് ഞാൻ പറയില്ല. കാരണം ഇനീഷ്യലി തന്നെ നമുക്ക് ഒരാൾ സംശയം തോന്നും, ആരാണ് ഇതൊക്കെ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എന്തിനാ ചെയ്തത് എന്നുള്ള ചോദ്യം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ത്രില്ലിംഗ് എലമെന്റിൽ വലിയ സംഭവങ്ങളൊന്നും ഇതിൽ പിടിച്ചു വെച്ചിട്ടില്ല. പക്ഷെ സിനിമ മേക്ക് ചെയ്തത് ഡയറക്ഷനും സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, എഡിറ്റിംഗ് എല്ലാം ആ ഒരു കാര്യങ്ങളൊക്കെ വേറെ ലെവലാക്കി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റിംഗ് പാർട്ട്. ഇതിൽ ചെറിയൊരു നെഗറ്റീവ് എന്താ പറയാനുള്ളത് വെച്ചാൽ ഇതിന്റെ ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യാമായിരുന്നു. തിരക്കഥ കുറച്ചും കൂടെ കുറച്ച് പോർഷൻസിൽ, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ചും കൂടെ നമ്മളായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കായിരുന്നു. അത് ഉണ്ടായിരുന്നില്ല. സിനിമ കഴിഞ്ഞ് വരുമ്പോൾ ബേസിലിന്റെ ക്യാരക്ടർ നമ്മളെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാന്ദിനിയുടെ ക്യാരക്ടർ ഒരു രസകരമായിരുന്നു. അല്ലാതെ സൗബിന്റെ ക്യാരക്ടറും സൗബിനെ അഭിനയിച്ചൊക്കെ അടിപൊളിയായി, ഗംഭീരമായി. പക്ഷെ ഒരു ഇമോഷണൽ കണക്ഷൻ മിസ്സിംഗ് ആണ് പടത്തില്. അതാണ് എനിക്ക് ചെറിയൊരു നെഗറ്റീവായി പറയാനുള്ളത്. അല്ലാതെ പക്ഷം നിങ്ങൾക്കൊരു ബ്ലാക്ക് കോമഡി ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം കണ്ടിരിക്കാം, തിയേറ്ററിൽ കണ്ടിരിക്കാം.
കാരണം നല്ലൊരു മേക്കിംഗ് സംഭവങ്ങളുണ്ട്, നമുക്ക് വിഷ്വലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം വെച്ച് നമുക്ക് കണ്ടിരിക്കാം. അങ്ങനത്തെ ഒരു പടമാണ്. ചിലർക്ക് ഇതുപോലെ തന്നെ ഈ വളരെ സീരിയസ് ആയ സമയത്ത് എന്തിനാ പോയിട്ട് ഒരു കോമഡി വെച്ചൊരു മോശം നല്ലതൊരു ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റൈൽ ഓഫ് പടം ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അത്രയും നിങ്ങൾ ഈ പടം കണ്ടവരാണോ? നിങ്ങൾക്ക് ഈ പടത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? ബേസിൽ എങ്ങനെയുണ്ട്, സൗബിൻ എങ്ങനെയുണ്ട്, ചാന്ദിനി എങ്ങനെയുണ്ട്, ചെമ്പൻ വിനോദ് എങ്ങനെയുണ്ട്, പടം എങ്ങനെയുണ്ട്, പടം എന്ത് ഫീലാണ് നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയല്ലോ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.